നമസ്കാരം. ഡിലീസ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യ UAE വാണിജ്യ വ്യവസായ നിക്ഷേപ സഹകരണം പുതിയ ഉയരങ്ങളിലെത്തിയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാഷ്ട്രീയ നയതന്ത്ര മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കും. ഒമാനുമായുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഉടൻ നടപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി. GCC എന്ന നിലയ്ക്ക് ഒറ്റ കരാറിന് പദ്ധതിയില്ല എന്നും പീയൂഷ് ഗോയൽ. കേന്ദ്രമന്ത്രിയുടെ 2 ദിവസത്തെ UAE സന്ദർശനം പൂർത്തിയായി. സൗദി പാകിസ്ഥാൻ പ്രതിരോധ ഉടമ്പടിയിൽ മുന്നറിയിപ്പുമായി ഇന്ത്യ. പാകിസ്ഥാനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ ഇന്ത്യയുമായുള്ള ബന്ധങ്ങളും താൽപ്പര്യവും മനസ്സിലുണ്ടാകണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇറാനിലെ ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള ചബഹാർ തുറമുഖ പദ്ധതിക്ക് നൽകിയ ഇളവുകൾ പിൻവലിക്കാൻ അമേരിക്ക. വോട്ട് മോഷണ ആരോപണത്തിൽ രാജ്യവ്യാപക പ്രചരണവുമായി കോൺഗ്രസ്. ഒരു വ്യക്തിക്ക് ഒരു വോട്ടെന്ന മുദ്രാവാക്യവുമായി വോട്ട് ചോരി സിഗ്നേച്ചർ ക്യാമ്പയിന് പ്രിയങ്ക ഗാന്ധി തുടക്കം കുറിച്ചു. രാഹുൽ ഗാന്ധി തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് വസ്തുതകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് BJP. ആഗോള അയ്യപ്പ സംഗമം നാളെ പമ്പയിൽ രാവിലെ 9:30 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അയ്യപ്പ സംഗമത്തിന് ക്ഷേത്ര ഫണ്ട് ഉപയോഗിക്കാമെന്ന മലബാർ ദേവസ്വം ബോർഡ് ഉത്തരവ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. ലയണൽ മെസ്സിയും ടീമും നവംബറിൽ കൊച്ചിയിലെത്തും. സൗഹൃദ മത്സരത്തിന് കലൂർ സ്റ്റേഡിയം അനുയോജ്യമെന്ന് സർക്കാർ. BCCI അധ്യക്ഷ സ്ഥാനത്തേക്ക് സൗരവ് ഗാംഗുലി, ഹർഭജൻ സിംഗ്, രഘുറാം ഭട്ട് എന്നിവർ ചുരുക്കപ്പട്ടികയിൽ. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ നാളെ നിർണായക യോഗം. ഇന്ത്യ UAE വാണിജ്യ വ്യവസായ നിക്ഷേപ സഹകരണം പുതിയ ഉയരങ്ങളിലെത്തിയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാഷ്ട്രീയ നയതന്ത്ര മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കും. ഒമാനുമായുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഉടൻ നടപ്പാക്കുമെന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ചകൾ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. GCC എന്ന നിലയ്ക്ക് ഒറ്റ കരാറിന് പദ്ധതിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. 2 ദിവസത്തെ UAE സന്ദർശനം പൂർത്തിയാക്കി പീയൂഷ് ഗോയൽ ഇന്ത്യയിലേക്ക് മടങ്ങി. UAE സന്ദർശനം പൂർണ്ണ വിജയമായിരുന്നുവെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ദുബായിൽ നിർമ്മാണം നടക്കുന്ന ഭാരത് മാർട്ട് 2027 തുറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ UAE വാണിജ്യ വ്യവസായ നിക്ഷേപ സഹകരണം പുതിയ ഉയരങ്ങളിലെത്തിയെന്ന് കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. ആത്മവിശ്വാസത്തോടെയും സംതൃപ്തിയോടെയുമാണ് സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ നയതന്ത്ര മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കും. UAE മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമായി നടന്ന കൂടിക്കാഴ്ചകൾ വിജയമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ദുബായ് ജബൽ അലി ഫ്രീ സോണിൽ നിർമ്മാണം പൂർത്തിയാകുന്ന ഭാരത് മാർട്ട് 2027 ആദ്യം തുറക്കും. 9000-ലേറെ കമ്പനികൾ ഭാരത് മാർട്ടിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനം, സാമ്പത്തികം, ടെക്നോളജി തുടങ്ങി വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട 75 പ്രതിനിധികളും കേന്ദ്രമന്ത്രിക്കൊപ്പം UAE-യിലെത്തിയിരുന്നു. പുനരുപയോഗ ഊർജ്ജം, കപ്പൽ നിർമ്മാണം, ഫാർമസ്യൂട്ടിക്കൽ, ലോജിസ്റ്റിക്സ്, റീറ്റെയിൽ എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട സഹകരണം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നുവെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. Bharat Mart will provide an outlet which can have showrooms for people to display their products, warehouses to stock their products, ability to service clients' requirements on real-time basis, and get logistics and finance support through the UAE ecosystem. നിർമ്മാണം, ഡേറ്റാ സെന്റേഴ്സ്, ടെക്നോളജി, ബാങ്കിംഗ്, സ്റ്റാർട്ടപ്സ്, ലോജിസ്റ്റിക്സ്, ഗ്രീൻ എനർജി തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപത്തിന് UAE-യിൽ നിന്നുള്ള സംരംഭകർ താൽപര്യം പ്രകടിപ്പിച്ചുവെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. ഒമാനുമായുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഉടൻ നടപ്പാക്കുമെന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ചകൾ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. GCC എന്ന നിലയ്ക്ക് ഒറ്റ കരാറിന് പദ്ധതിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ UAE-യിലെ ബാങ്കുകൾ താൽപര്യം അറിയിച്ചു. കൂടുതൽ ഫാർമ കമ്പനികളുടെ മരുന്നുകൾ പരസ്പരം അംഗീകരിക്കുന്നതിനുള്ള ചർച്ചകളും നടന്നു. അമൃത ന്യൂസ്, ദുബായ്. പാകിസ്ഥാനുമായുള്ള സൗദി അറേബ്യയുടെ പ്രതിരോധ ഉടമ്പടിയിൽ മുന്നറിയിപ്പുമായി ഇന്ത്യ. പാകിസ്ഥാനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ ഇന്ത്യയുമായുള്ള ബന്ധങ്ങളും താൽപ്പര്യവും മനസ്സിലുണ്ടാകണമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാൻ സൗദി അറേബ്യ പ്രതിരോധ ഉടമ്പടിയിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയത്. പാകിസ്ഥാനുമായി ഇത്തരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെടുമ്പോൾ ഇന്ത്യയുമായുള്ള താൽപ്പര്യങ്ങളും സഹകരണവും മനസ്സിലുണ്ടാകണമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. വിശാലമായ സൗഹൃദം നിലനിർത്തിപ്പോരുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും സൗദി അറേബ്യയും.
വർഷങ്ങളായി ഇത് തുടരുകയാണ്. ഇത്തരം കരാറുകളിൽ ഏർപ്പെടുമ്പോൾ അക്കാര്യങ്ങൾ കൂടി ചിന്തയിലുണ്ടാകണമെന്ന് ജയ്സ്വാൾ വ്യക്തമാക്കി. India and Saudi Arabia, we have a wide-ranging strategic partnership which has deepened in the last several years considerably. We expect that this strategic partnership will keep in mind mutual interest and sensitivities. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ പ്രതിരോധ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ഉടമ്പടി പ്രകാരം പാകിസ്ഥാനെയോ സൗദി അറേബ്യയോ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ ഇരു രാജ്യങ്ങൾക്കെതിരായ ആക്രമണമായി കാണണമെന്നുള്ളതാണ് വ്യവസ്ഥ. ഇസ്രയേൽ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു കരാർ ഉണ്ടാക്കിയതെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രശ്നം നിലനിൽക്കുന്നതിനാൽ കരാർ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അതിർത്തി കടന്ന് ഭീകരർ ഇന്ത്യയിലെത്തുന്നത് പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടിയാണ്. പഹൽഗാം സംഭവത്തിലും അത് തെളിയിക്കപ്പെട്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പാകിസ്ഥാനെതിരായ നിലപാടുകൾ എടുക്കുമ്പോൾ ഇത്തരം കരാറുകൾ വിലങ്ങുതടിയാകും. അതുകൊണ്ടുകൂടിയാണ് ഇന്ത്യയുമായുള്ള സൗഹൃദം ഓർക്കണമെന്ന മുന്നറിയിപ്പ് വിദേശകാര്യ മന്ത്രാലയം നൽകുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇറാനിലെ ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള ചമ്പഹാർ തുറമുഖ പദ്ധതിക്ക് നൽകിയ ഇളവുകൾ അമേരിക്ക പിൻവലിക്കും. ഈ മാസം 29 മുതൽ ഇളവുകൾ പിൻവലിക്കാനാണ് തീരുമാനം. അമേരിക്കൻ നടപടി തുറമുഖത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുള്ള ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാകും. പാകിസ്ഥാനെ ആശ്രയിക്കാതെ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് വാണിജ്യ ഇടപാട് നടത്താൻ സഹായകരമായ തുറമുഖമാണ് ചബഹാർ. തുറമുഖത്തിന് നൽകിയ ഇളവുകൾ അമേരിക്ക പിൻവലിക്കുമ്പോൾ ഇന്ത്യയെ അത് കാര്യമായി ബാധിക്കുമെന്നത് ഉറപ്പാണ്. ഇറാന് മേൽ ഉപരോധം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ചബഹാർ തുറമുഖത്തിന് ട്രംപ് ഉപരോധം ഏർപ്പെടുത്തുന്നത്. ഇറാനിലെ നിസ്താർ, ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ആഴക്കടൽ തുറമുഖമാണ് ചബഹാർ. രാജ്യാന്തര ഗതാഗത ഇടനാഴി സ്ഥാപിക്കാനുള്ള ത്രികക്ഷി കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവച്ചിരുന്നു. 2016 മെയ്യിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശന വേളയിലായിരുന്നു അത്. ചബഹാറിലെ ഷാബിദ് ബൈഹഷ്തി ടെർമിനലിന്റെ ആദ്യഘട്ട വികസനത്തിൽ ഇന്ത്യ നിർണായക പങ്കാളിയുമായിരുന്നു. 2018 മുതൽ ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡിനാണ് തുറമുഖത്തിന്റെ നിയന്ത്രണം. തുറമുഖ വികസനത്തിന് $120 മില്യൺ വായ്പ ഇന്ത്യ ഉറപ്പുവരുത്തിയിരുന്നു. ചബഹാർ തുറമുഖ ഉപരോധം വരുന്നതിലൂടെ ഇന്ത്യയുടെ നിക്ഷേപങ്ങളും തുലാസിലാവും. 2024-25 ഇന്ത്യ തുറമുഖത്തിന് 100 കോടി രൂപ വായ്പയും അനുവദിച്ചിരുന്നു. ഏതായാലും പാകിസ്ഥാനെ മറികടന്നുകൊണ്ട് വ്യാപാരബന്ധം മെച്ചപ്പെടുത്താനുള്ള ഇന്ത്യൻ നീക്കങ്ങൾക്കും ഇന്ത്യൻ നിക്ഷേപങ്ങൾക്കും ട്രംപിന്റെ നീക്കം വലിയ തിരിച്ചടിയാവും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നിലപാട് കടുപ്പിച്ച് രാഹുൽ ഗാന്ധി. വോട്ട് മോഷണം, വോട്ടർ പട്ടിക ക്രമക്കേട് എന്നിവയിൽ കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടാൻ തന്നെയാണ് തീരുമാനം. ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിവരങ്ങളാകും പുറത്തുവിടുക. കമ്മീഷന്റെ അടുത്ത നീക്കവും നിർണായകമാണ്. വോട്ട് മോഷണം, വോട്ടർ പട്ടിക ക്രമക്കേട് എന്നിവയിൽ ഗുരുതര ആരോപണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷയത്തിൽ 2 തവണ മാധ്യമങ്ങളെ കണ്ട രാഹുൽ ഗാന്ധി നിരവധി തെളിവുകളാണ് പുറത്തുവിട്ടത്. എന്നാൽ തെറ്റായൊന്നും സംഭവിച്ചിട്ടില്ല എന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിടുന്നതെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. കർണാടകയിലെ മഹാരാഷ്ട്രയിൽ വിഷയങ്ങൾ നേരത്തെ പരിശോധിച്ചതാണെന്നും ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നുമാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ഫാക്ട് ചെക്ക് എന്ന പേരിൽ 3 കാര്യങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞു. ആലന്ദ് മണ്ഡലത്തിലെ ക്രമക്കേട് സംബന്ധിച്ച ആരോപണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി കോൺഗ്രസ് അല്ലേ മണ്ഡലത്തിൽ ജയിച്ചതെന്നാണ്. ആരോപണങ്ങൾക്ക് വസ്തുതാപരമായി കമ്മീഷൻ മറുപടി പറയുന്നില്ല എന്ന കോൺഗ്രസിന്റെ നിലപാടിന് ശക്തി പകരുന്നതാണ് ഇത്തരം പ്രതികരണങ്ങൾ. കമ്മീഷൻ വിഷയത്തിൽ രാഷ്ട്രീയമായാണ് മറുപടി പറയുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. കമ്മീഷന്റെ നീക്കങ്ങൾക്ക് BJP പിന്തുണയുണ്ടെന്നും കോൺഗ്രസ് പറയുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്ത നീക്കം നിർണായകമാണ്. കൂടുതൽ മണ്ഡലങ്ങളുടെ വിവരങ്ങൾ രാഹുൽ ഗാന്ധി പുറത്തുവിടുന്ന പശ്ചാത്തലത്തിൽ കമ്മീഷൻ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വോട്ട് മോഷണ ആരോപണത്തിൽ രാജ്യവ്യാപക പ്രചരണത്തിന് കോൺഗ്രസ് തുടക്കമിടുന്നു. വോട്ട് ചോരി സിഗ്നേച്ചർ ക്യാമ്പയിൻ എന്ന പേരിൽ ആരംഭിച്ച പ്രചരണത്തിന് പ്രിയങ്ക ഗാന്ധി തുടക്കമിട്ടു. ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്നതാണ് കോൺഗ്രസിന്റെ മുദ്രാവാക്യം. അതിനിടെ രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ച മുതിർന്ന BJP നേതാവ് രവിശങ്കർ പ്രസാദ് രംഗത്തെത്തി. തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് വസ്തുതകളെ ഇല്ലായ്മ ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്വഭാവമാണെന്ന് രവിശങ്കർ പ്രസാദ് കുറ്റപ്പെടുത്തി. മഹാരാഷ്ട്രയിലും കർണാടകയിലും രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടുമോഷണ ക്രമക്കേട് ആരോപണങ്ങൾ രാജ്യവ്യാപകമായി പ്രചാരണ വിഷയമാക്കുകയാണ് കോൺഗ്രസ്. ഒരു വ്യക്തിക്ക് ഒരു വോട്ട്, അതാണ് കോൺഗ്രസിന്റെ മുദ്രാവാക്യം. വോട്ട് മോഷണത്തിനെതിരെ കോൺഗ്രസ് ആരംഭിച്ച ഒപ്പുശേഖരണ പ്രചാരണത്തിന് പ്രിയങ്ക ഗാന്ധി MP തുടക്കം കുറിച്ചു. ഓരോ വ്യക്തിയുടെയും വോട്ട് സംരക്ഷിക്കാൻ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ. അതിനുവേണ്ടി പാർട്ടി നിലകൊള്ളുമെന്നും പ്രിയങ്ക വ്യക്തമാക്കി. All of you to join our vote chori signature campaign.
Just as every vote counts, every signature counts, every one of your voice standing up for democracy, standing up for the constitutional values which we are fighting for our constitution counts. ഇന്ത്യൻ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പ്രിയങ്ക കുറ്റപ്പെടുത്തി. അതിനിടെ രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ച് കൂടുതൽ BJP നേതാക്കൾ രംഗത്തെത്തി. നിരവധിയായ കള്ളങ്ങൾ രാഹുൽ ഗാന്ധി പ്രചരിപ്പിക്കുകയാണെന്ന് മുതിർന്ന BJP നേതാവും MP-യുമായ രവിശങ്കർ പ്രസാദ് പറഞ്ഞു. വസ്തുതകളെ വളച്ചൊടിക്കുകയാണ് രാഹുൽ ചെയ്യുന്നത്. രാഹുൽ പറയുന്ന അതേ രീതിയിൽ പ്രതികരിക്കാൻ തന്റെയോ പാർട്ടിയുടെയോ സംസ്കാരം അനുവദിക്കില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. कितना तथ्यों को तोड़ मड़ोड़ कर रखेंगे, शब्दों का प्रयोग कर सकता हूं, लेकिन राहुल गांधी जी न वो मेरे संस्कार है न मेरी पार्टी के संस्कार है. लेकिन देश के लोकतंत्र को आप धोखा दे रहे हैं. मैंने सदन में कई बार कहा है, संसद में कहा है. രാഹുൽ ആരോപണമുന്നയിച്ച കർണാടകയിൽ ആരാണ് ഭരിക്കുന്നത്? പിഴവുകൾ സംഭവിച്ചുവെങ്കിലും ക്രമക്കേടുണ്ടെങ്കിലും സർക്കാരിന് ഇടപെടാനാകുമായിരുന്നില്ലേ എന്ന് രവിശങ്കർ പ്രസാദ് ചോദിച്ചു. ഏതായാലും രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ആരോപണങ്ങളെ അതേ നാണയത്തിൽ തന്നെ പ്രതിരോധിക്കാനാണ് BJP തീരുമാനം. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിലും ഉണ്ടാകും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ആഗോള അയ്യപ്പ സംഗമത്തിനൊരുങ്ങി പമ്പ. നാളെ രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. 3 വേദികളിലായി നടക്കുന്ന സംഗമത്തിൽ വിദേശികൾ ഉൾപ്പെടെ 3500 പ്രതിനിധികൾ പങ്കെടുക്കും. പരിപാടിയുടെ ഭാഗമായി 1000 പോലീസ് ഉദ്യോഗസ്ഥരെ പമ്പയിലും പരിസരത്തും സുരക്ഷയ്ക്കായി വിന്യസിച്ചു. പമ്പ മണൽപ്പുറത്തെ പ്രധാന വേദിക്ക് പുറമെ ഹിൽ ടോപ്പിലും ശ്രീരാമസാകേതം ഓഡിറ്റോറിയത്തിലുമായാണ് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ എത്തുന്ന പരിപാടിക്ക് 8 സോണുകളായി തിരിച്ച് 1000 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. മേൽനോട്ട ചുമതല DIG അജിത ബീഗം നിർവഹിക്കും. സംഗമത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും സംഗമം വലിയ വിജയമാകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം 3 വേദികളിലായി നടക്കുന്ന സെമിനാറുകളിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ, തീർത്ഥാടന ടൂറിസം, തിരക്ക് നിയന്ത്രണം എന്നിവയിൽ ചർച്ചകൾ നടക്കും. ഹൈപ്പവർ കമ്മിറ്റി അംഗങ്ങൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ, നയരൂപീകരണ വിദഗ്ധർ, പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥർ, ആരോഗ്യ വിദഗ്ധർ, സാങ്കേതിക പങ്കാളികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും. ഉയർന്നുവരുന്ന അഭിപ്രായങ്ങൾ വിലയിരുത്തി പിന്നീട് ഫണ്ട് കണ്ടെത്തി ഓരോ പദ്ധതിയും നടപ്പിലാക്കാനാണ് ദേവസ്വം ബോർഡ് തീരുമാനം. രാവിലെ 9 മുതൽ 11 വരെയാണ് ഉദ്ഘാടന സമ്മേളനം. തുടർന്നാണ് സമാന്തര സെഷനുകൾ. ഉച്ചഭക്ഷണത്തിനു ശേഷം ഗായകൻ വിജയ് യേശുദാസ് നയിക്കുന്ന സംഗീത പരിപാടിയുമുണ്ട്. വൈകിട്ട് 3:20 ചർച്ചകളുടെ സമാഹരണവും തുടർന്ന് സമാപന സമ്മേളനവും നടക്കും. ശേഷം പ്രതിനിധികൾക്ക് ശബരിമല ദർശനത്തിനും അവസരമുണ്ട്. വിവാദങ്ങൾ സംഗമത്തിൻ്റെ ശോഭ കെടുത്തില്ലെന്നാണ് ദേവസ്വം ബോർഡിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വിശ്വാസം. അമൃത ന്യൂസ്, പത്തനംതിട്ട. മലബാർ ദേവസ്വത്തിന് തിരിച്ചടി. ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷേത്ര ഫണ്ട് ഉപയോഗിക്കാമെന്ന ദേവസ്വം ബോർഡ് ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ പോകുന്നവർക്ക് തനത് ഫണ്ട് ഉപയോഗിക്കാമെന്ന് മലബാർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാണ് സ്റ്റേ ചെയ്തത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ജീവനക്കാർക്ക് പമ്പയിലേക്ക് പോകാനുള്ള യാത്രാ ചെലവടക്കം ക്ഷേത്രങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കാമെന്നായിരുന്നു ഉത്തരവ്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന ബോർഡ് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും യാത്ര, ഭക്ഷണ ചെലവ് എന്നിവയ്ക്കായി ക്ഷേത്ര ഫണ്ടിൽ നിന്നും എന്തിന് ചെലവഴിക്കണമെന്ന് ഹൈക്കോടതി ചോദിച്ചു. മലബാർ ദേവസ്വം ബോർഡിന്റെ ഈ തീരുമാനം ദൗർഭാഗ്യകരമെന്ന് കോടതി നിരീക്ഷിച്ചു. എന്തിന് ഇത്തരം ഉത്തരവിറക്കിയെന്ന് മലബാർ ദേവസ്വം ബോർഡിനോട് കോടതി ചോദിച്ചു. തുടർന്ന് മലബാർ ദേവസ്വം ബോർഡ്, ദേവസ്വം കമ്മീഷണർ, സർക്കാർ എന്നീ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ച കോടതി മലബാർ ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് സ്റ്റേ ചെയ്തു. ഹർജി അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് മലബാർ ദേവസ്വം ബോർഡ് പ്രതിനിധികളെ അയക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചിരുന്നു. തുടർന്നാണ് തനത് ഫണ്ട് വിനിയോഗിച്ച് സംഗമത്തിന് പോകാൻ അനുമതി നൽകിയത്. അയ്യപ്പ സംഗമം എല്ലാം സ്പോൺസർഷിപ്പ് വഴിയാണെന്നും മറ്റ് ദേവസ്വം ഫണ്ടുകൾ സംഗമത്തിനായി ഉപയോഗിക്കില്ലെന്നും സർക്കാർ കോടതിയിൽ ഉറപ്പ് നൽകിയിരുന്നു. ഇത് ലംഘിക്കുന്ന ഉത്തരവാണ് മലബാർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സിനെ ചൊല്ലി മുസ്ലിം ലീഗിൽ ആശയക്കുഴപ്പം. പരിപാടിയുമായി സഹകരിക്കേണ്ടെന്ന UDF തീരുമാനം CPM-ന് ഗുണം ചെയ്യുമെന്ന് ലീഗ് കരുതുന്നു. അതിനാൽ സ്വന്തം നിലയിൽ പരിപാടിയുമായി മുന്നോട്ടു പോകാനാണ് മലപ്പുറം ജില്ലാ ലീഗ് കമ്മിറ്റിയുടെ തീരുമാനം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് വികസന സദസ്സുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പ്രചരണത്തിന് പണം ദൂർത്തടിക്കാനാണ് വികസന സദസ്സ് നടത്തുന്നതെന്നാണ് UDF-ന്റെ ആരോപണം. അതിനാൽ വികസന സദസ്സുമായി സഹകരിക്കേണ്ട എന്ന നിലപാടിലാണ് UDF നേതൃത്വം. എന്നാൽ പരിപാടിയിൽ സഹകരിക്കാതിരിക്കുന്നത് തിരിച്ചടിയാകുമെന്നാണ് ലീഗിലെ ഒരു വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വികസന നേട്ടങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ സർക്കാർ ചെലവിൽ കിട്ടുന്ന അവസരമാണ്
തീരുമാനമാണ് വികസന സദസ്സ്. UDF നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ സഹകരിച്ചിട്ടില്ലെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരെ ഉപയോഗിച്ച് സർക്കാർ പരിപാടി നടത്തുമെന്നും അത് ഫലത്തിൽ CPM-ന് ഗുണകരമാകുമെന്നും ലീഗ് കരുതുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് നേതൃത്വം വികസന സദസ്സുമായി മുന്നോട്ടു പോകാൻ തീരുമാനമെടുത്തത്. പരിപാടിയുമായി സഹകരിക്കുമെന്ന് അറിയിച്ച് മുസ്ലിം ലീഗ് നേതൃത്വം സർക്കുലറും പുറത്തിറക്കി. എന്നാൽ സംഭവം വിവാദമായതോടെ സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സിന്റെ ഭാഗമാകാതെ സ്വന്തം നിലയ്ക്ക് പരിപാടി നടത്താനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. UDF സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം മുസ്ലിം ലീഗ് നടപ്പിലാക്കുമെന്നും ആവശ്യമെങ്കിൽ തിരുത്തൽ വരുത്തി പുതിയ സർക്കുലർ പുറത്തിറക്കുമെന്നും നേതൃത്വം അറിയിച്ചു. അമൃത ന്യൂസ്, മലപ്പുറം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു സ്പീക്കർ. ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയം സഭയിൽ ചർച്ച ചെയ്യാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവതരണ അനുമതി നിഷേധിച്ചത്. ഗൗരവമേറിയ വിഷയം ചർച്ച ചെയ്യാത്ത സ്പീക്കറുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണെന്നും ചർച്ച തടയേണ്ട സാഹചര്യമില്ലായിരുന്നു എന്നും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി അനുമതിയില്ലാതെ കൊണ്ടുപോവുകയും സ്വർണ്ണപ്പാളിയുടെ ഭാരം 4 കിലോയോളം കുറഞ്ഞു എന്ന് കണ്ടെത്തുകയും ചെയ്തത് വിശ്വാസികളിൽ ഉണ്ടാക്കിയ ആശങ്കയും ശബരിമലയോട് സർക്കാർ കാണിക്കുന്ന അവഗണനയും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ഹൈക്കോടതി കേസെടുത്തതിനാൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാനാവില്ലെന്ന് സ്പീക്കർ നിലപാടെടുത്തു. സ്വർണ്ണപ്പാളിയുടെ അളവിൽ 4 കിലോയുടെ കുറവുണ്ടായത് ഗുരുതരമായ വിഷയമാണെന്നും സർക്കാരും ദേവസ്വം ബോർഡും സ്വർണം അടിച്ചുമാറ്റിയവരെ സംരക്ഷിക്കുകയാണെന്നും ഗുരുതരമായ ഈ വിഷയം ചർച്ച ചെയ്യാത്ത സ്പീക്കറുടെ നിലപാടിൽ പ്രതിഷേധിച്ച് തങ്ങൾ വോക്കൌട്ട് നടത്തുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. ഗൗരവതരമായി അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും മുഴുവൻ വിഷമത്തിലാക്കിയ ഗുരുതരമായ പ്രശ്നമാണ്. ഗവൺമെന്റ് അവരെ സംരക്ഷിക്കുകയാണ്, ദേവസ്വം ബോർഡ് അവരെ സംരക്ഷിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിന്തുണയോടുകൂടി 4 കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് ഈ സഭയിൽ ഇത് അനുവദിക്കില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ് സാർ. ഞങ്ങൾ അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വോക്കൌട്ട് ചെയ്യുന്നു. ശബരിമലയിൽ നിന്നും 48 കിലോയുടെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിനു ശേഷം 38 കിലോയുടെ സ്വർണ്ണപ്പാളിയാണ് തിരികെ എത്തിച്ചതെന്നും ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസായതിനാൽ അടിയന്തര പ്രമേയ ചർച്ച തടയേണ്ടതില്ലെന്നും പ്രമേയത്തിന് നോട്ടീസ് നൽകിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. നിയമസഭയിൽ കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുള്ളത് നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. കോടതിയിൽ വരും എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ ശ്രമിച്ചിട്ട് പോലും നിയമസഭയിൽ അത് കൊണ്ടുവരുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു ഫ്ലിംസി തടസ്സം പറഞ്ഞ് യഥാർത്ഥത്തിൽ ഇന്നത്തെ അടിയന്തര പ്രമേയം തടയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇത് സമൂഹം ചർച്ച ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസത്തേതുപോലെ 2 മണിക്കൂർ ചർച്ചയ്ക്കായാണ് പ്രതിപക്ഷം എത്തിയതെന്നും അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റിയ വിഷയമായതിനാലാണ് അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാത്തതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ശബരിമലയിലെ സ്വർണം അടിച്ചുമാറ്റിയതിനെക്കുറിച്ച് വിശദീകരിക്കാതെ സർക്കാർ അയ്യപ്പ സംഗമത്തിന് പോകരുതെന്നും വോക്കൌട്ടിന് ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് ഈ സ്വർണം എവിടെ പോയി എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അയ്യപ്പ ഭക്തരോടും കേരളത്തിലെ വിശ്വാസികളോടും പറയേണ്ട ബാധ്യതയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഭൂപതിവ് ചട്ട ഭേദഗതിക്ക് അംഗീകാരം. പട്ടയഭൂമിയിൽ താമസിക്കുന്നവർക്ക് ഇത് വലിയ ആശ്വാസകരമാകും. ചട്ടം പ്രകാരം 95% ആളുകൾക്കും ക്രമവൽക്കരിക്കാൻ അപേക്ഷ നൽകേണ്ടതില്ല എന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ വ്യക്തമാക്കി. ചട്ടങ്ങൾക്ക് സബ്ജക്റ്റ് കമ്മിറ്റി ഔപചാരികമായിട്ടുള്ള അംഗീകാരം കൊടുത്തു. സബ്ജക്റ്റ് കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഇന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മിനിറ്റ്സ് അംഗീകരിച്ചും കൊടുത്തു. ഇനി സർക്കാർ ഔപചാരികമായി അതിൻ്റെ വിജ്ഞാപനം പുറത്തിറക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ. കുവൈറ്റിൽ അനധികൃത താമസക്കാരായ 12ഓളം ബംഗ്ലാദേശികളെ ഉപയോഗിച്ച് നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തിയ ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തു. ഇയാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു ക്യാമ്പിൽ വെച്ചാണ് അനധികൃത പ്രവർത്തനങ്ങൾ നടത്തിയത്. കുവൈറ്റ് ഉൾക്കടൽ വഴി നുഴഞ്ഞു കയറുന്നവരെ പാർപ്പിക്കാനും അവരുടെ നിയമവിരുദ്ധ മത്സ്യബന്ധന പ്രവർത്തനങ്ങൾ സുഗമമാക്കാനുമാണ് ഈ ക്യാമ്പ് ഉപയോഗിച്ചിരുന്നത്. ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് നേച്ചർ റിസർവിലെ കമ്പിവേലികൾ മുറിച്ചു മാറ്റിയാണ് നിയമവിരുദ്ധ തൊഴിലാളികൾ മീൻപിടുത്ത സ്ഥലത്തേക്ക് പ്രവേശിച്ചിരുന്നത്. ഇതിനുശേഷം സംശയം തോന്നാതിരിക്കാൻ ഇവർ പതിവായി കമ്പിവേലികൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു എന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. മത്സ്യബന്ധനത്തിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഉടമസ്ഥതയിലുള്ള പ്രദേശത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചായിരുന്നു ഇവർ മത്സ്യങ്ങൾ വിതരണം ചെയ്തതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. ആരും നിയമത്തിന് അതീതരല്ലെന്നും അധികാര സ്ഥാനങ്ങൾ ചൂഷണം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല എന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി.
കുവൈറ്റിലെ എല്ലാ ഗവർണറേറ്ററുകളിലും പരസ്യ ലൈസൻസുകളുടെ മേൽനോട്ടം ശക്തമാക്കിയതായി കുവൈറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. വിവിധ വാണിജ്യ സ്ഥാപനങ്ങളിലെ ആരോഗ്യ ലൈസൻസുകളും പരസ്യങ്ങളും പരിശോധിക്കാൻ ഫീൽഡ് ഇൻസ്പെക്ഷൻ ക്യാമ്പയിനുകൾ നടത്തുമെന്ന് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. ഒരു ഷോപ്പിംഗ് മാളിൽ നടത്തിയ പരിശോധനയ്ക്കിടെ ഹവേലി മുനിസിപ്പാലിറ്റി ടീം സൂപ്പർവൈസറും തലവനുമായ ബദർ അൽ നജ്ദിയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകിയിട്ടുള്ള പരസ്യ ലൈസൻസുകൾ സാധുതയുള്ളതാണോ എന്ന് ഉറപ്പാക്കുക എന്നതാണ് ടീമിൻ്റെ പ്രധാന ലക്ഷ്യം. റൂഫ് ടോപ്പ് പരസ്യങ്ങൾ, സ്ക്രീനുകൾ, വാണിജ്യ സമുച്ചയങ്ങളിലെ പരസ്യങ്ങൾ എന്നിവയ്ക്ക് മുനിസിപ്പാലിറ്റിയുടെ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും അനുസരിച്ചുള്ള പെർമിറ്റുകളുണ്ടോ എന്നും പരിശോധിക്കുമെന്ന് അൽ നജ്ദി കൂട്ടിച്ചേർത്തു. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സാഹൽ ആപ്പ് വഴി പുതിയ സേവനം ആരംഭിച്ചു. തൊഴിലാളിയെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തൊഴിലുടമയ്ക്കോ അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിക്കോ തൊഴിലാളിയുടെ വിവരങ്ങൾ പരിശോധിക്കാൻ സാധ്യമാകുന്നതാണ് പുതിയ സംവിധാനം. തൊഴിലാളിക്ക് മുൻകാലങ്ങളിൽ അനുവദിച്ച വിസയുടെ വിവരങ്ങൾ തൊഴിലുടമയ്ക്ക് അറിയാൻ പുതിയ സംവിധാനം വഴി സാധിക്കും. സൗദിയിൽ റോഡ് അറ്റകുറ്റപ്പണിക്ക് റോബോട്ട് സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ തുടങ്ങി. മഴക്കാലത്തടക്കം സുഗമമായ ഗതാഗതം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടികൾ. റോഡ് അടിസ്ഥാന സൗകര്യങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും ഗതാഗതം സുരക്ഷാ നിലവാരം ഉയർത്തുവാനുള്ള അതോറിറ്റിയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്. സൗദിയിൽ തൊഴിലാളികൾ ഒളിച്ചോടിയതായി സ്പോൺസർമാർ റിപ്പോർട്ട് ചെയ്ത് ഹുറൂബായ പ്രവാസികൾക്ക് സ്പോൺസർഷിപ്പ് മാറാൻ വീണ്ടും അവസരം. ഹുറൂബായ തൊഴിലാളികൾക്ക് കിവ പ്ലാറ്റ്ഫോം വഴി പുതിയ തൊഴിലുടമയിലേക്ക് മാറാനുള്ള അവസരം ലഭ്യമായതായി സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് ഹുറൂബ് മാറുവാനുള്ള അവസരമുള്ളതെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു. CPM വനിതാ നേതാവ് KJ ഷൈനെതിരായ അപവാദ പ്രചരണത്തിൽ പോലീസ് നടപടി ആരംഭിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ KJ ഷൈൻ്റെ വീട്ടിലെത്തി മൊഴിയെടുത്തു. KJ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ ആലുവ സൈബർ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. അപകീർത്തികരമായ വാർത്ത നൽകിയ ഓൺലൈൻ ചാനലിനും പത്രത്തിനുമെതിരെ കേസെടുത്തിട്ടുണ്ട്. അപവാദ പ്രചരണങ്ങൾക്കെതിരെ KJ ഷൈൻ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയതിന് പിന്നാലെയാണ് പോലീസ് നടപടി. KJ ഷൈന്റെ പറവൂരിലെ വീട്ടിലെത്തിയാണ് മൊഴിയെടുത്തത്. 1 മണിക്കൂറിലേറെ നേരം പോലീസ് മൊഴി രേഖപ്പെടുത്തി. ആരൊക്കെയാണ് സമൂഹ മാധ്യമങ്ങൾ വഴി അധിക്ഷേപപരമായ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളതെന്ന് ഷൈൻ മൊഴി നൽകിയിട്ടുണ്ട്. വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു മൊഴിയെടുപ്പ്. സാമൂഹ്യ മാധ്യമങ്ങളിലെ അധിക്ഷേപ ലിങ്കുകൾ ഉൾപ്പെടെ ഷൈൻ തെളിവായി സമർപ്പിച്ചിരുന്നു. ഷൈനെതിരെ ആദ്യം പോസ്റ്റിട്ട ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയെയും കേസിൽ പ്രതി ചേർത്തു. 5 കോൺഗ്രസ് അനുകൂല പോർട്ടലുകൾക്കെതിരെയും കേസെടുത്തു. അപവാദ പ്രചരണത്തിന് കൂട്ടുനിൽക്കുന്നത് പറവൂരിലുള്ള കോൺഗ്രസ് നേതാക്കളാണെന്ന് KJ ഷൈൻ പ്രതികരിച്ചിരുന്നു. നിയമസഭാ സമ്മേളനം നടക്കുന്നു, അതിനകത്ത് നിരായുധരായിട്ട് പ്രതിപക്ഷം നിൽക്കുന്നു, ഒന്നും മിണ്ടാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സമയത്തേക്കെങ്കിലും ഒരു അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് എന്നെ ഒരു കരുവാക്കി ഉപയോഗിച്ചു. പറവൂരിലെ കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് MLA ഓഫീസും അദ്ദേഹവും തന്നെയാണ്. അദ്ദേഹം അറിയാതൊരു ഈച്ച പോലും ഇവിടെ അനങ്ങില്ല. പക്ഷേ ഇവിടുത്തെ പഴയ മൂല്യബോധമുള്ള കുറേ കോൺഗ്രസ്സുകാരുണ്ട്. അവരൊക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട കുറേ കോൺഗ്രസ്സുകാർ ഇവിടെ ഉണ്ട്. അവരിലൊരാളാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. ടീച്ചർക്കെതിരെ ഒരു ബോംബ് വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. തൃശൂർ ചാവക്കാട് സ്വദേശിയായ 59-കാരനായ റഹീമാണ് രോഗം സ്ഥിരീകരിച്ച് മണിക്കൂറുകൾക്കകം മരണപ്പെട്ടത്. ഇതിനകം 1.5 മാസത്തിനിടെ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 7 മരണങ്ങളാണ് സംഭവിച്ചത്. തൃശൂർ ചാവക്കാട് സ്വദേശിയായ 50-കാരൻ റഹീമിനെ കടുത്ത പനി പിടിപെട്ട അവസ്ഥയിൽ കോഴിക്കോട് നഗരത്തിൽ നിന്നാണ് നാട്ടുകാർ ബീച്ച് ആശുപത്രിയിൽ എത്തിക്കുന്നത്. പനി കലശലായതോടെ ബീച്ച് ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. രോഗാവസ്ഥയ്ക്ക് മാറ്റമില്ലാത്തതിനെ തുടർന്നാണ് ഡോക്ടർമാർ റഹീമിന്റെ സ്രവ പരിശോധന നടത്തിയത്. സ്രവ പരിശോധനാ ഫലം വന്ന് മണിക്കൂറുകൾക്കകമാണ് മസ്തിഷ്ക ജ്വരം ബാധിച്ച് റഹീം മരണപ്പെടുന്നത്. ഇതോടെ 1.5 മാസത്തിന്റെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 7 പേരാണ് മരണപ്പെട്ടത്. നിലവിൽ 9 പേർ ചികിത്സയിൽ തുടരുന്നുണ്ട്. സംസ്ഥാനത്ത് ഈ വർഷം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 17 പേരാണ് മരിച്ചത്. ഇത് സംബന്ധിച്ച കണക്കുകൾ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരുന്നു. ഈ വർഷം ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 66 പേർക്കാണ്. ഈ മാസം രോഗം സ്ഥിരീകരിച്ച 19 രോഗികളിൽ 7 പേരും മരിച്ചു. അതേസമയം രോഗം പടരുന്നത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പിൽ നിന്നും കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല എന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.
ഇനി കായിക വാർത്തകൾ നോക്കാം. ലയണൽ മെസ്സിയും അർജന്റീന ടീമും നവംബറിൽ കേരളത്തിലെത്തും. നവംബർ 3-ാം വാരത്തിൽ കേരളത്തിലെ 2 സൗഹൃദ മത്സരം നടത്താനാണ് സർക്കാർ ആലോചന. ഇവ കൊച്ചിയിൽ വെച്ച് നടത്താനാണ് സർക്കാർ തീരുമാനമെന്നാണ് സൂചന. സ്റ്റേഡിയം സജ്ജമാക്കാൻ GCDAക്ക് കായിക വകുപ്പ് നിർദ്ദേശം നൽകി. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമായിട്ടില്ല. നേരത്തെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് കളി നടക്കുകയെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. കളിക്കാർക്കും VIP-കൾക്കും ആവശ്യമായ യാത്രാ സൗകര്യം ഒരുക്കാൻ കൊച്ചിയാണ് മികച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വേദി കലൂർ സ്റ്റേഡിയത്തിലേക്ക് മാറ്റാൻ സർക്കാർ തലത്തിൽ തീരുമാനമെടുത്തതെന്നാണ് റിപ്പോർട്ട്. BCCI ഭാരവാഹികളുടെ കാര്യത്തിൽ ധാരണയിലെത്താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ നാളെ നിർണായക യോഗം. പ്രധാന BJP നേതാക്കളും BCCI ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കും. മുൻ പ്രസിഡന്റ് സൗരവ് ഗാംഗുലി, ഹർഭജൻ സിംഗ്, രഘുറാം ഭട്ട് എന്നിവരാണ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചുരുക്കപ്പട്ടികയിലെ പ്രമുഖർ. IPL ഭരണസമിതിയെ സംബന്ധിച്ചും പ്രാഥമിക ധാരണ നാളെ ഉണ്ടാകും. ഈ മാസം 28-നാണ് BCCIയുടെ വാർഷിക പൊതുയോഗം. പുതിയ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെ തെരഞ്ഞെടുക്കേണ്ടത് അന്നാണ്. തെരഞ്ഞെടുപ്പിലേക്ക് പോകാതെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ സംബന്ധിച്ച ധാരണയിലെത്താനാണ് അമിത്ഷായുടെ വസതിയിൽ നിർണായക യോഗം ചേരുന്നത്. 2019 മുതൽ 22 വരെ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിനെ നയിച്ച മുൻ നായകൻ സൗരവ് ഗാംഗുലിയുടെ പേരിനാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രധാന പരിഗണന. നിലവിൽ ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റാണ് ഗാംഗുലി. കഴിഞ്ഞ ദിവസമാണ് സഹോദരൻ സ്നേഹാശിഷ് ഗാംഗുലിയിൽ നിന്ന് സൗരവ് ചുമതല ഏറ്റെടുത്തത്. റോജർ ബിന്നി പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ ശേഷം രാജീവ് ശുക്ല താൽക്കാലിക പദവിയാണ് വഹിച്ചിരുന്നത്. 2022-ൽ N. ശ്രീനിവാസൻ ഉയർത്തിയ വിമർശനത്തെ തുടർന്നാണ് ഗാംഗുലിക്ക് പദവി നഷ്ടമായത്. ഒരു തവണ കൂടി അധ്യക്ഷ പദവി വഹിക്കാനുള്ള സാധ്യത നിലനിൽക്കെയായിരുന്നു അന്നത്തെ പടിയിറക്കം. അതുകൊണ്ട് തന്നെ ഗാംഗുലിക്ക് ഒരു അവസരം കൂടി ലഭിക്കുമോ എന്നുള്ളതാണ് പ്രധാനം. മുൻ ഇന്ത്യൻ സ്പിന്നർ ഹർഭജൻ സിംഗ്, മുൻ ടെസ്റ്റ് താരവും കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റുമായ രഘുറാം ഭട്ട്, മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ കിരൺ മോറെ എന്നിവരും പരിഗണനയിലുണ്ട്. പഞ്ചാബ് ക്രിക്കറ്റ് അസോസിയേഷനാണ് ഹർഭജൻ സിംഗിന്റെ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്. IPL ഭരണസമിതിയിലേക്കുള്ള അംഗങ്ങളെ സംബന്ധിച്ചും യോഗത്തിൽ ധാരണയെത്തും. അതേസമയം ടീം സെലക്ഷൻ പാനലിലേക്കുള്ള 2 പുതിയ അംഗങ്ങളുടെ അഭിമുഖം പൂർത്തിയായിട്ടുണ്ട്. RP സിംഗ്, പ്രഗ്യാൻ ഓജ എന്നിവരായിരിക്കും അജിത് കഹാൽക്കർ നയിക്കുന്ന സെലക്ഷൻ പാനലിലേക്ക് എത്തുക. അമൃത ന്യൂസ്, ന്യൂഡൽഹി. UAEക്കെതിരായ ഏഷ്യാകപ്പ് മത്സരം വൈകിപ്പിച്ചതിന് പാകിസ്ഥാനെതിരെ നടപടിയെടുക്കാൻ ആലോചിച്ച് ICC. മാച്ച് റഫറി ആൻഡി പെക്രോഫ്റ്റിനെ മാറ്റണമെന്ന ആവശ്യം നിരസിച്ചതിൽ പ്രതിഷേധിച്ചാണ് പാക് ടീം വൈകിയെത്തിയത്. മത്സരശേഷവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായെന്നാണ് ICCയുടെ കണ്ടെത്തൽ. മത്സരശേഷം പാകിസ്ഥാൻ താരങ്ങൾ പൈക്രോഫ്റ്റിനെ കാണുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പൈക്രോഫ്റ്റ് പാകിസ്ഥാനോട് ക്ഷമ ചോദിച്ചു എന്ന തരത്തിലാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചിത്രീകരിച്ചത്. നിരോധിത മേഖലയിൽ മൊബൈൽ ഫോണും ക്യാമറയും ഉപയോഗിച്ചു എന്നും ICC കണ്ടെത്തി. ഇതേ തുടർന്നാണ് പിഴ ചുമത്തുന്ന കാര്യം ICC പരിഗണിക്കുന്നത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.